ഓക്കെ ഓക്കെ ശരി. വേദിയിലും സദസ്സിലുമുള്ള സുഹൃത്തുക്കളെ, ഞാനിവിടെ വരാൻ പ്രധാനപ്പെട്ട കാരണം ബാലകൃഷ്ണൻ നമ്പ്യാരുടെ കൂടെയുള്ള വിളിയും എന്നെ നിർബന്ധപൂർവം ഈ മാക്കോസിലെ അംഗമാക്കിയതും കൊണ്ടാണ്. രണ്ടാമത്തെ കാരണം, ഞാനിവിടെ പഠിച്ച ആളാണല്ലോ, എൻ്റെ കൂടെ പഠിച്ച ആരെങ്കിലും കാണാൻ പറ്റുമോ എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. പഠിച്ച ആരുമില്ല ഇവിടെ, എൻ്റെ കൂടെ പഠിച്ചവരാരുമില്ല. തൊട്ട് താഴെ പഠിച്ച അപ്പൂനെ എനിക്ക് നേരത്തെ അറിയാം, ഞങ്ങളുടെ ഒരു ബന്ധുവും കൂടിയാണ്, രക്തബന്ധമല്ല. പിന്നെ വരാനുള്ള ഒരു കാരണം, എന്നെ ഈ നിലയ്ക്ക് എത്തിച്ചതിൽ എൻ്റെ രക്ഷിതാക്കളെക്കാൾ എന്നെ സഹായിച്ച വലിയൊരു കുടുംബത്തിലെ ഒരംഗം ഇതിലെ ചീഫ് ഗസ്റ്റായി വരുന്നു എന്നുള്ളത് കൊണ്ടാണ്. നമ്മുടെ പ്രിൻസിപ്പൽ രാമകൃഷ്ണൻ എന്നല്ല ഞങ്ങൾ വിളിക്കാറ്, ബാബു എന്നാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ താമസിച്ചിട്ടാണ് ഞാനിവിടെ കോളേജ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. അദ്ദേഹത്തിനോടും ബാലകൃഷ്ണൻ നമ്പ്യാരുടെ സഹധർമ്മിണിയുടെ അമ്മാമൻ കുഞ്ഞികൃഷ്ണൻ നായരുണ്ടായിരുന്നു. അദ്ദേഹം കാരണമാണ് ഞാനിവിടെ വരാൻ കാരണം. അവരോടും അതുപോലെ രാമകൃഷ്ണൻ സാറിൻ്റെ രക്ഷിതാക്കൾ, അച്ഛനും അമ്മ, അച്ചാച്ചൻ, മുത്തമ്മ, ഇവരൊക്കെയാണ് എന്നെ വളർത്തിയത്. ഇവിടെ 5 വർഷം PED ഉൾപ്പെടെ ഞാനിവിടെ താമസിച്ചാണ് പഠിച്ചത്. അപ്പോൾ ഇവിടെ വരാതിരിക്കാൻ എനിക്ക് പറ്റാത്തൊരു അവസ്ഥ വന്നു. പിന്നെ എനിക്ക് യാത്ര ഇഷ്ടമാണ്, കൂട്ടായ്മ ഇഷ്ടമാണ്, അടങ്ങിയിരിക്കാറില്ല. അപ്പം ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കണം, അതാണ് എൻ്റെ ഒരു പ്രകൃതം. രോഗങ്ങളുണ്ട്, നടുവേദനയുണ്ട്, കഴുത്തുവേദനയുണ്ട്, കുറേ നേരം ഒരേ ഇരിക്കാൻ പറ്റില്ല. പക്ഷെ അതൊന്നും ഞാൻ മൈൻഡ് ചെയ്യാറില്ല. വേറെ ഒരു കാര്യം, ഈ കൂട്ടായ്മയിലെ ഏറ്റവും ദൂരത്തുനിന്ന് വരുന്നയാൾ ഞാനായിരിക്കണം. ഫസ്റ്റ്. ഒരു പക്ഷേ ഏറ്റവും പ്രായക്കൂടുതലുള്ള ആളും ഞാനായിരിക്കണം. ഞങ്ങളുടെ ബാച്ച് 62-66 ബാച്ചാണ്. നിങ്ങളുടെ പാറ്റേണായിട്ടുള്ള ടി ബാലകൃഷ്ണൻ, തോട്ടത്തിൽ ബാലകൃഷ്ണൻ്റെ കൂടെയാണ് ഞാൻ പഠിച്ചത്. മുല്ലപ്പള്ളി രാമചന്ദ്രൻ, CP അബൂബക്കർ, അവരുടെ ബാച്ചിലായിരുന്നു ഞാൻ 66 ഇവിടെ പഠിച്ചത്. അപ്പോൾ എന്തായാലും ഇവിടെ ഈ കോളേജിൽ വരണമെന്നുള്ളൊരു ആഗ്രഹം എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകാറുണ്ട്. 2-3 വർഷം മുമ്പ്, 3-4 വർഷം മുമ്പ് ഇവിടെ ഞങ്ങളുടെ ബാച്ചിൻ്റെ 66 ബാച്ചിൻ്റെ ഒരു ഗെറ്റ് ടുഗദർ ഇവിടെ വെച്ച് നടത്തിയിരുന്നു. അന്ന് VT മുരളിയൊക്കെ ഇവിടെ വന്ന് പാടുകയൊക്കെ ചെയ്തു ഞങ്ങൾക്ക് വേണ്ടി. അപ്പോൾ അന്ന് ആളുകൾ കുറവായിരുന്നു. അപ്പോൾ ഈ പ്രായം കൂടുന്നതിനനുസരിച്ച് ആളുകൾ ഇങ്ങനെയുള്ള പരിപാടികൾ വരുന്നത് ഒഴിവാക്കുകയാണ്. ഇവിടെ വന്നവർ കുറച്ചൊക്കെ ആരോഗ്യമുള്ളവരാണ്, വരാത്തവർ എത്രയോ പേര് വീട്ടിൽ ഇരിക്കുവാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അടങ്ങിയിരിക്കരുത്, യാത്ര ചെയ്യുക, പാട്ട് പാടുക, എല്ലാ പരിപാടികളിലും പങ്കെടുക്കണം. വേറെ ഉണ്ടല്ലേ? ഓക്കെ. അപ്പം അങ്ങനെ എങ്കിലും കൂടണം, ഓൺലൈനായിട്ടും ഇടയ്ക്കിടയ്ക്ക് കൂടണം. കൂടിയാൽ മാത്രം പറയാം. വേറൊരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത്, ഇടയ്ക്ക് എന്തെങ്കിലും കൂട്ടായ ഒരു യാത്രയൊക്കെ സംഘടിപ്പിക്കണം. ഞങ്ങൾക്ക് അവിടെ ഒരു സംഘടനയുണ്ട്, ഞാൻ കൂടുതൽ നീട്ടുന്നതിൽ വിഷമമില്ലല്ല, ചെറിയ ഒരു മിനിറ്റ് കൂടെ. അവിടെ ഞങ്ങളുടെ പഞ്ചായത്തിൽ വയസ്സന്മാരുടെ ഒരു സംഘടനയുണ്ട്, വെറ്ററൻസ് അസോസിയേഷൻ. പല മേഖലകളിൽ നിന്ന് റിട്ടയർ ചെയ്തവരാണ്. 56ഓളം യാത്രകൾ ഈ 20 കൊല്ലത്തിനകം ഞങ്ങൾ നടത്തിയിട്ടുണ്ട്, ഇന്ത്യക്കകത്തും പുറത്തും ആയിട്ട്. അപ്പോൾ നിങ്ങളെയൊക്കെ ഞാൻ വയനാട്ടിലേക്ക് ക്ഷണിക്കുക. ഞാൻ വയനാട്ടുകാരാണെന്ന് പറഞ്ഞല്ലോ, വയനാട്ടിലേക്ക് ക്ഷണിക്കുകയാണ്. ഒരുപാട് കാണാനുണ്ട്, നല്ല ടൂറിസ്റ്റ് കേന്ദ്രമാണ്. പൈസ ഉണ്ടെങ്കിൽ താജ് റിസോർട്ട്, അവിടെ പോയി താമസിക്കാം. പക്ഷെ അവിടെ ഒരു ചായക്ക് 800 രൂപയാണ്. അതൊക്കെ അല്ലാത്തയുണ്ട്, സാധാരണക്കാർക്ക് താമസിക്കാൻ പറ്റിയ വീടുകളുണ്ട്. എൻ്റെ വീട് തന്നെ ഇപ്പോൾ ഒഴിഞ്ഞു കിടക്കുവാണ്. നേരത്തെ ആർക്കെയോ പറഞ്ഞല്ലോ വീട് അടച്ചു പൂട്ടിയിട്ടാണ്. നമ്മുടെ പ്രിൻസിപ്പലിൻ്റെ വീട്, രാമകൃഷ്ണൻ്റെ വീട് ഇപ്പം പൂട്ടിയിട്ടിരിക്കുകയാണ്. പുള്ളി താമസം കോഴിക്കോടാണ്. വന്നാൽ എൻ്റെ പഴയ വീട്ടിൽ താമസിക്കാം. ഒരു 5-6-7 പേർക്ക് 10 പേർക്കൊക്കെ വേണമെങ്കിൽ ഞാൻ താമസിക്കാനുള്ള സൗകര്യമുണ്ട്. ഒഴിഞ്ഞു കിടക്കുവാണ്. അപ്പോൾ വരിക. പിന്നെ വേറെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താം.
ഞാൻ അതിനിടയ്ക്ക് ഒരു കയ്യടി തരണം പറഞ്ഞു കഴിഞ്ഞിട്ട്. ഞാൻ ഈ 80 വയസ്സിനേക്കാൾ കൂടുതലുള്ള ഒരാളാണല്ലോ. അപ്പോൾ ഈ മാസ്റ്റേഴ്സ് അത്ലറ്റിക് മീറ്റ് എന്ന് പറഞ്ഞൊരു കായിക മേളം നടത്താറുണ്ട്. സ്റ്റേറ്റ് തലത്തിൽ, ജില്ലാ തലത്തിലൊക്കെ ഉണ്ട്. അപ്പോൾ ഈ കഴിഞ്ഞ ഒരു 2 മാസം മുമ്പ് വയനാടിൽ വെച്ച് ഒരു മേളം നടത്തിയായിരുന്നു. അതിൽ അത് 5 വയസ്സിൻ്റെ വ്യത്യാസത്തിലുള്ള ഗ്രൂപ്പുകളാണ്. 30 മുതൽ 100 വയസ്സ് വരെ, 105 വയസ്സ് വരെയൊക്കെ ഉള്ളവർക്ക് പങ്കെടുക്കാം. 30-35 ഒരു ഗ്രൂപ്പ്, 35-40 വേറൊരു ഗ്രൂപ്പ്. അങ്ങനെ ഞാൻ ഇതിനിടയ്ക്ക് 80-85 വയസ്സുകാരുടെ ഒന്ന് കൂടെ ഒന്ന് ഓടി നോക്കി. ഓടിയപ്പോൾ ഫസ്റ്റ്. പിന്നെ ഒന്ന് ലോങ് ജമ്പ് ഒരു ട്രയൽ നടത്തി. കോളേജിൽ നിന്ന് പണ്ട് ചാടിയതല്ലാതെ പിന്നെ ഞാൻ ചാടിയിട്ടില്ല. പക്ഷേ ഒന്ന് ചാടി നോക്കി. ആദ്യത്തെ ചാട്ടം പഴിച്ചു. കാരണം അതിനിടയ്ക്കൊരു രോഗം വന്നിരുന്നു. ഈ കാലിൻ്റെ ഈ പുറകിലത്തെ ഞരമ്പല്ല, ടെൻഡർ, അതിന് ചെറിയ പരിക്ക് വന്നതുകൊണ്ട് ആ കാലിൻ്റെ മസിൽ ചെറുതായിപ്പോയി. ഞാൻ ആ കാല് വെച്ച് ചാടിയപ്പം ആകെ ഒരു 1.5 മീറ്റർ മറ്റേ ചാടാൻ പറ്റിയുള്ളൂ. പിന്നെ ഞാൻ കാലൊന്ന് മാറ്റി പിടിച്ചു. വലത്ത് കാല് വെച്ച് ചാടിയപ്പം അതും ഫസ്റ്റ്. സത്യമാണ്, വെറുതെ പറയുന്നതല്ല. അപ്പോൾ കയ്യടി കിട്ടി, സന്തോഷം. എന്തായാലും ഞാൻ ഇങ്ങനെയുള്ള കൂട്ടായ്മയൊക്കെ ഇഷ്ടപ്പെടുന്നതാണ്. എല്ലാ ഭാവുകങ്ങളും നേരെയാണ്. അപ്പോൾ അടുത്ത മീറ്റിങ്ങിന് മുമ്പ് നിങ്ങളൊരു യാത്ര വയനാട്ടിലേക്ക് സംഘടിപ്പിക്കുക. പിന്നെ ഇവിടെ കുട്ടികളൊക്കെ പോയി, കുട്ടികൾക്ക് പാരിതോഷികം കൊടുത്തതിന്, അവരുടെ നേടിയതിന് അവരെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. അതൊരു പ്രോത്സാഹനം എന്ന നിലയ്ക്കാണ്. അതിൻ്റെ സാമ്പത്തിക മൂല്യമല്ല നമ്മൾ നോക്കേണ്ടത്. നമ്മുടെ ഈ കൂട്ടായ്മ അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ ചെയ്യുന്നത് നല്ല കാര്യമാണ്. ഇനി അങ്ങനെ തുടർന്ന് പോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു.